അതെ, അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഒരു കാര്യം ആദ്യം തന്നെ പറയാട്ടോ, എൻ്റെ തൊണ്ട ഇനിയും ശരിയായിട്ടില്ല കേട്ടോ. ഞാനീ പറയുന്നത് എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് ഒരു വാഴക്കൊമ്പ് കിട്ടി കേട്ടോ. എന്നാൽ പിന്നെ ഇത് കുറച്ച് വൻപയറൊക്കെ ഇട്ടിട്ടേ അടിപൊളി ഒരു തോരനാക്കാമെന്നങ്ങ് വിചാരിച്ചു. വൻപയർ അടുപ്പത്ത് വേകാനൊക്കെ ആയിട്ട് വെച്ചിട്ട് അമ്മ ഇവിടെ വന്ന് വാഴക്കവും അരിയാൻ തുടങ്ങി കേട്ടോ. ഇതിനൊപ്പം ചെറുപയറും ഇട്ട് തോരൻ വെക്കാറുണ്ട്. എന്നാലും എനിക്കിഷ്ടം ഈ വൻപയർ ഇട്ട് വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വെക്കുന്ന ഇഷ്ടം? അപ്പോൾ നമ്മൾ കടുക് താളിച്ചിട്ട് അരിഞ്ഞു വെച്ചിരുന്ന വാഴക്കൊമ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് തേങ്ങ ചിരകിയതും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത അരപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന നമ്മുടെ വൻപയറില്ലേ, അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അടുപ്പത്ത് വേകാനൊക്കെ ആയിട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് കഴിക്കേണ്ട സമയമായി കേട്ടോ. ഇന്നലത്തെ മീൻ പറ്റിച്ചതും ചോറും വാഴക്കൂമ്പ് തോരനുമായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. കുറേ നാൾ കൂടി കഴിച്ചത് കൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.